ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ മൈൻഡ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് അല്ലേ? നമ്മുടെ ലൈഫിന് എന്താണോ നല്ലത് അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് മാറ്റാനായിട്ട് നമ്മൾ പാകപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്മൂത്തായിട്ടൊരു ലൈഫ് കിട്ടത്തുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോസ്റ്റ്നേറ്റൽ പീരീഡിനെ കുറിച്ചാണ്. പോസ്റ്റ്നേറ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറിക്ക് ശേഷമുള്ള നമ്മുടെ പീരീഡ്. ഡെലിവറി കഴിഞ്ഞ് 0 ഡേ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ ഡെലിവറി കഴിഞ്ഞ അമ്മമാരിൽ ഇപ്പം ഈ ഡെലിവറി നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടുവരുന്നൊരു പ്രാക്ടീസാണ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ്. അതായത് ഡെലിവറി കഴിഞ്ഞ ഉടനെ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യും? അമ്മയുടെ ഡ്രസ്സിനുള്ളിൽ കിടത്തിയിട്ട് അമ്മയുടെ സ്കിന്നും കുഞ്ഞിൻ്റെ സ്കിന്നും തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റിൽ വെക്കും. 1 മണിക്കൂറോളം അങ്ങനെ കീപ്പ് ചെയ്യാറുണ്ട്. അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആ ബെനിഫിറ്റുകളെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് വളരെയധികം യൂസ്ഫുൾ ആണ്. ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ്ങും ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അമ്മയ്ക്കും കുഞ്ഞിനും കിട്ടുന്നുണ്ട്. അതൊരു നല്ല പ്രാക്ടീസാണ്. ഡെലിവറി ആകാനായിട്ട് കാത്തിരിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു പ്രാക്ടീസ് ഫോളോ ചെയ്യാനായിട്ട് നോക്കണം. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. എല്ലാ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. അതായത് 6 മാസം വരെ നമ്മുടെ കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. വേറെ ഒന്നും കൊടുക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ വേറെ ഒന്നും കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. മുലപ്പാൽ മാത്രം കൊടുത്ത് നമ്മുടെ കുഞ്ഞിനെ 6 മാസം വരെ വളർത്തേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പോസ്റ്റ്മോർട്ടത്തിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് എന്നുള്ളത് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം നമുക്ക് സംഭവിക്കുന്നത്? പണ്ടുമൊക്കെ എല്ലാവരും പറയാറുണ്ട്, ഞങ്ങൾ ഒരുപാട് പേര് പ്രസവിക്കാറുണ്ട്, ഞങ്ങൾക്കൊന്നും ഇതില്ല, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇത് കൂടുതലാണെന്നല്ലേ? അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമ്മൾ വേറൊരു ടോപ്പിക്കായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു കാര്യം എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഈ ഡെലിവറി കഴിയുമ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തന്നെ അറിയാതെ നമുക്ക് വന്നു ചേരുന്ന ഒരുപാട് സ്ട്രെസ്സുകളുണ്ട്. ഉറക്കക്കുറവ്, ആങ്സൈറ്റി. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രഷനിലേക്ക് നയിക്കും. ഈ ഡിപ്രഷൻ തന്നെ പല സ്റ്റേജുകൾ, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, അങ്ങനെ പല സ്റ്റേജുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ പ്രഗ്നൻസിയിൽ തന്നെ നമ്മളുടെ മൈൻഡിനെ ഒരു പരിധി വരെ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലീസ്, നമ്മുടെ ഹസ്ബൻഡ് ആവട്ടെ, അമ്മയാവട്ടെ, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ റിലേറ്റീവ്സ്, സിബ്ലിങ്സ് ഒക്കെ ആവട്ടെ, ഇവർക്കൊക്കെ ഇതിനകത്ത് ഒരു വലിയ പങ്കുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഈ ഒരു ഡിപ്രഷനെ നമുക്ക് അതിജീവിക്കാനായിട്ട് സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് ഒരു സ്യൂച്ചറിങ് കിട്ടും. അതെവിടെയാണ്? നമ്മുടെ വജൈന ഏരിയയിൽ നമുക്ക് കുഞ്ഞിറങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു കട്ട് ചെയ്യും അല്ലേ? അപ്പോൾ ആ കട്ട് ചെയ്തിട്ട് അതിനെ സ്യൂച്ചർ ചെയ്ത് വെക്കുക. അതിന് എപ്പിസിയോട്ടമി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എപ്പിസിയോട്ടമിയുടെ കെയറും നമുക്ക് പോസ്റ്റ്മോർട്ടം പീരീഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേഗം ഹീലാവാനും ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനും നമുക്ക് ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക്സ് തരും. അത് നമ്മൾ കഴിക്കുക. അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും ക്രീംസ് അവിടെ പുരട്ടാനായിട്ട് തരും. അത് നമ്മൾ ചെയ്യുക. ആ ക്രീംസ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടും ഭയങ്കരമായ വേദനയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സിസ് ബാത്ത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് ചെറിയ വാം വാട്ടർ, നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു വെള്ളം എടുക്കുക. അതിനകത്തേക്ക് ഉപ്പിട്ടിട്ട് ഒരു 15 മിനിറ്റ് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഇരിക്കുന്നത് നമുക്ക് ഈ വേദനയെ അതിജീവിക്കാനും സ്വെല്ലിങ്സ് ഒക്കെ കുറയ്ക്കാനും നമുക്ക് കുറച്ചും കൂടി കംഫർട്ട് കിട്ടാനും ഒക്കെ നല്ലതാണ്. ഇൻഫെക്ഷൻസ് ഒന്നും വരത്തില്ല, ഉപ്പുവെള്ളമല്ലേ. അതുപോലെ പിന്നെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഐസ് പാക്ക് വെക്കാം. ഭയങ്കരമായ വേദന ഫീൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിടക്കുന്ന സമയത്ത് ഒരു ഐസ് പാക്ക് എടുത്തിട്ട് ആ ഭാഗത്ത് വെച്ചിട്ട് കിടക്കുന്നത് നമുക്ക് വേദനയിൽ നിന്ന് റിലീഫ് കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് നമുക്ക് ഹെമറോയിഡ്സ് ഉണ്ടാകുന്ന ആൾക്കാരും കാണപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെന്ത് ചെയ്യുക? ഫൈബർ അടങ്ങിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. എന്നിട്ടും വലിയ ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് പോയി ഒന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും ക്രീമോ ഓയിൻമെൻറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങേണ്ടതും, സർജറി കൺസൾട്ടേഷൻ ആവശ്യമായിട്ടുള്ളവർ അങ്ങനെയും പോകേണ്ടതായിട്ടുണ്ട്. ഇനി ബാക്കി പോസ്റ്റ്നേറ്റലിൻ്റെ ഭാഗം നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.